ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് മുന്നേറുന്നവരാണ് യഥാർത്ഥ ജീവിത വിജയികൾ. അത്തരത്തിലുള്ളവരാണ് വിധവകളായ സ്ത്രീകൾ. വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകൾ മായാതെ വിതുമ്പും നമിഴികളും ഒരു സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ലിസ് ചേച്ചിയാണ്. ലിസ് ചേച്ചി എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത് മുന്നേറിയതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ അയാളുടെ ജന്മനാടും വീടും എല്ലാം ചുറ്റുമുള്ള എല്ലാം സഹോദരങ്ങളും എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? ലിസ് ചേച്ചി ജനിച്ചതും വളർന്നതുമൊക്കെ എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കണ്ണിമല ഇടവക്കാരിയാണ് ഞാൻ. ചാച്ചൻ്റെ പേര് ദേവസ്യ, അമ്മച്ചിയുടെ പേര് മറിയാമ്മ. ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ്. 6 മക്കളിൽ രണ്ടാമത്തെ മകളാണ്. 6 പേര്. ഓക്കെ. എത്ര ആണ് എത്ര പെണ്ണ്? 4 പെണ്ണും 2 ആണുമാണ്. ഇതിൽ ഒരു ചേച്ചി കഴിഞ്ഞ വർഷം കോവിഡായിട്ട് ബാംഗ്ലൂർ വെച്ച് മരണപ്പെട്ടു പോയി. ഇപ്പം ഞങ്ങൾ 5 പേരുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ മോളാണ്. അതെ. അപ്പോൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ഞാൻ കണ്ണിമല സെൻറ്റ് ജെയിംസ് UP സ്കൂളിൽ, സെൻറ്റ് തോമസ് ഹൈസ്കൂൾ എരുമേലി, കാഞ്ഞിരപ്പള്ളി സെൻറ്റ് തോമസ് കോളേജ്. ഓക്കെ. അപ്പോൾ ഡിഗ്രി ചെയ്തു? അതെ. ഓക്കെ. അപ്പോൾ ഡിഗ്രി ചെയ്യുന്ന സമയത്തൊക്കെ ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ജോലിക്ക് പോകണമെന്ന് ഡിഗ്രി ചെയ്യുമ്പോഴല്ല, അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ്. അത് പഠിക്കുമ്പോൾ തൊട്ടേ എങ്ങനെയെങ്കിലും പിതാവിനെ സഹായിക്കണം. ഒരു കർഷക കുടുംബമാണ്. അപ്പം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നു. അപ്പോൾ ജോലി ചെയ്ത് വീടിനെ സഹായിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആട്, പശു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആടിനെയൊക്കെ തീറ്റാൻ പോകുമ്പോൾ കാട്ടിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കും, ഒരു വഴി തരണേ, എൻ്റെ ഫാദറിനെ സഹായിക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് ബൈബിളോ വചനമോ ഒന്നും അറിയില്ല, ചെറിയ പ്രായമാണ്. പക്ഷെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയത് ഞാൻ തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടിയോ? അത് ഒരു വലിയൊരു കഥയാണ്. കാരണം ഞാൻ പഠിക്കുകയും ജോലി ചെയ്യുകയും കൂടെ ചെയ്തു. കേരളത്തിന് വെളിയിൽ മഹാരാഷ്ട്രയിൽ നാസിക്കിലായിരുന്നു ആദ്യം. എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് ബോംബെയിൽ. എന്താ പഠിക്കാൻ പോയത് അവിടെ? അവിടെ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനും അവിടെ ജോലി കൂടെ പോയതാണ്. പക്ഷേ ആ കമ്പനിയിൽ ചെന്നപ്പോഴേ എനിക്ക് ജോലി കിട്ടി. ഗ്യാസ്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് വിക്ടർ ഗ്യാസ്കറ്റ്, നാസിക്കിൽ. അപ്പോൾ അവിടെ ജോലി കിട്ടിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഓഫീഷ്യലായിട്ടുള്ള ജോലികൾ പഠിച്ചെടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ബിസിനസ് ഇടണമെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് ലോൺ എടുത്തൊരു ബ്യൂട്ടി പാർലർ ഇട്ടു. ബ്യൂട്ടി പാർലർ ഇട്ടപ്പം അതിന് നല്ല ഡിമാൻഡാണ് ഗൾഫിലെന്ന് പറഞ്ഞു. അപ്പം ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ കുട്ടികളെ ജോലിക്ക് വെച്ചിട്ട് അവരിൽ നിന്ന് പഠിച്ചെടുത്തു. പഠിച്ചതിന് ശേഷം അത് സർട്ടിഫിക്കറ്റ് ആക്കി രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം മസ്കറ്റിൽ പോയി. മസ്കറ്റിൽ നിന്ന് റാസൽ കെയ്മയിൽ പോയി. റാസൽ കെയ്മയിൽ നിന്ന് ഷാർജയിൽ വന്നു. ഷാർജ ദുബായിൽ വെച്ച് തന്നെ ഷാർജ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൽ വെച്ചായിരുന്നു വിവാഹം. പിന്നെ ഷാർജയിൽ വെച്ചായിരുന്നു വിവാഹം? അതെ അതെ. ഓക്കെ. അപ്പോൾ അന്ന് ചേട്ടൻ അവിടെ ജോലിയായിരുന്നു? ചേട്ടൻ ഷാർജയിൽ ജോലിയായിരുന്നു. അപ്പം ഞാൻ റാസൽ കെയ്മയിലാണ്. അവിടെ 100 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി പ്രപ്പോസ് ചെയ്തു പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അതാകുമ്പോൾ ഉചിതമായത് വരും. അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. സ്നേഹവിവാഹമായിരുന്നോ? അല്ല, അത് ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ പോകണമെന്ന്. കാരണം 92 എൻ്റെ ഫാദറിന് ഒരു അസുഖം വന്നപ്പം ഞങ്ങൾ മക്കൾ 6 പേരെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കടന്നു പോയത്. അന്ന്
അന്നത്തെ ഗുരുവായിരുന്ന പനിക്കലച്ചനൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ ഒരു മരണത്തിന് ഒരുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളെ മാനസാന്തര ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം അന്ന് ബൈബിളൊക്കെ പുതിയ നിയമം മാത്രം വായിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബൈബിൾ വാങ്ങിച്ചു തന്നു. പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം കടന്നുപോയപ്പം അതിന്നും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. വീട്ടിലെ ഡ്രിങ്ക്സോ സ്മോക്കിങ്ങോ ഒന്നുമില്ല. എല്ലാ മക്കളും എല്ലാവരും പ്രാർത്ഥനാ ജീവിതത്തിൽ പിതാവിനോട് കൊടുത്ത വാക്കിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ദൈവവിശ്വാസമുള്ള ഒരാൾ വേണമെന്ന് വലിയ ആഗ്രഹമാണ്. എൻ്റെ വീട് ബ്രോട്ടപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഞാനാണ്. ആദ്യം ജോലി കിട്ടിയത് കൊണ്ട് എല്ലാവരെയും സഹായിച്ചപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു എനിക്കൊരു വിവാഹം വേണമെങ്കിൽ അത് ദൈവനിശ്ചയമായിരിക്കണം. അപ്പോൾ അത് മറ്റൊരു പ്രപ്പോസൽ വന്നാൽ എനിക്ക് പക്ഷേ അറിയാൻ പറ്റില്ല എങ്ങനെയുള്ള ആളാണെന്ന്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി. അനിയത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു, അവൾക്ക് കുട്ടിയുമായിരുന്നു. എല്ലാവരും എനിക്ക് പ്രപ്പോസൽ വരുമ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാനുണ്ടാവില്ല, ഞാൻ ജോലി സ്ഥലത്താണ്. അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഞാൻ വീടൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി അവിടെ ഉള്ളവരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതും ഒരു വലിയ നിയോഗമാണ്, വലിയൊരു അത്ഭുതമാണ്. കാരണം എനിക്ക് 10-30ഓളം കത്തുകൾ വന്നാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം വന്ന 5 കത്ത് അത് മറുപടി അയക്കാമെന്ന് തീരുമാനിച്ചു, അയച്ചു. ഈ 30 കത്തുകൾ കൂട്ടിയിട്ടതിന് ശേഷം എൻ്റെ ഒരു വലിയ വിശ്വാസം എവിടെ പോയാലും ഈശോയുടെയും മാതാവിൻ്റെയും ഫോട്ടോയും എൻ്റെ പിതാവിൻ്റെ ഫോട്ടോയും ഉണ്ട്, ഫാദറിൻ്റെ ഫോട്ടോയും ഉണ്ടാവും. ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ഒത്തിരി സേഫ് ആൻഡ് സെക്യൂരിറ്റിയാണ്. കാരണം ഞാൻ അൺമാരീഡാണ്. അപ്പോൾ അവരുടെ അറബ്സിൻ്റെ ഔട്ട് ഹൗസിൽ നമുക്ക് താമസ സൗകര്യം, ലേഡീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ജോലി തിരഞ്ഞെടുത്ത് വെളിയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങി. രാത്രിയിൽ എൻ്റെ ഫാദർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മതി. അപ്പോൾ ഞാൻ അതിന് മാത്രം കത്തയച്ചു. അദ്ദേഹം എന്നെപ്പോലെ തന്നെ ബ്രോട്ടപ്പ് ചെയ്ത് വീടൊക്കെ നോക്കി എല്ലാവരും നോക്കിയ ആളാണ്. കോഴിക്കോട്ടുകാരനാണ്, ജോസഫ് പോൾ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ കോഴിക്കോട്ടേക്കാണ് വിവാഹം കഴിച്ചത്. അതെ, ഞാൻ പുസ്തകത്തിൽ വായിച്ച മിഠായി തെരുവും കഥകളി വായിച്ച മിഠായി തെരുവും ഒക്കെ മാത്രമേ എനിക്ക് കോഴിക്കോട്ടായിട്ടൊരു ബന്ധമുള്ളൂ. പക്ഷേ വിവാഹത്തോടെ അതെല്ലാം കാണാൻ പറ്റി. അതിനേക്കാളും വലിയൊരു സന്തോഷം അവരുടെ കുടുംബക്കാരെ മൊത്തം കോഴിക്കോട് കൊണ്ടു നടന്ന് ഞാനാണ് കാണിച്ചത്. കാരണം അവർ വലിയ ഓർത്തഡോക്സ് ഫാമിലിയാണ്, പുറത്തേക്ക് പോകത്തൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നാണ് ഞാൻ കൃഷി അവരെ പഠിപ്പിച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കാപ്പിയും കുരുമുളകും ഒക്കെ കൊണ്ടുപോയി ഞാൻ അവിടെ കൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു. അവധിക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ അവരെയും സന്തോഷിപ്പിച്ചു. അപ്പം വിവാഹം തന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഈ വിവാഹം അവർ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവാഹശേഷം ചേച്ചി ജോലിക്ക് പോയിരുന്നോ? പോകുന്നതൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എമർജൻസി സ്റ്റാഫാണ്, കമ്പ്യൂട്ടർ CNC പ്രോഗ്രാമറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടി, എപ്പോഴും ഏത് ഡ്യൂട്ടിക്കാണ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അപ്പോൾ എൻ്റെ അനിയത്തി അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റുള്ളപ്പോൾ അവൾ വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ പല ജോലി എനിക്ക് കിട്ടുമ്പോൾ ഞാനും അദ്ദേഹവും കണ്ടുമുട്ടുന്നത് ലിഫ്റ്റിലൊക്കെയാണ്. കാരണം നമ്മൾ പരസ്പരം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന് ജോലിക്ക് പോകണ്ട, അദ്ദേഹം തന്നെ ജോലിക്കും അദ്ദേഹത്തിന് വെൽ സാലറിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ എക്സ്പെൻസ് പ്ലസ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെയൊക്കെ നോക്കിയൊരു നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമായതുകൊണ്ട് എനിക്ക് ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട ശേഷമാണ് വീണ്ടും ഞാൻ ജോലിക്ക് കയറിയത്. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ എപ്പോഴാണ് മക്കള് ജീവിതത്തിലേക്ക് വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും ലേറ്റ് മാരേജ് ആയിരുന്നു. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 30 വയസ്സിന് മേൽ പ്രായമായി, അദ്ദേഹത്തിന് 37 വയസ്സായി. അപ്പോൾ രണ്ടുപേരും ലേറ്റ് മാരേജ് ആയപ്പോഴേക്കും, അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഷാർജയിൽ വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുട്ടികളുണ്ടായാൽ അവിടെ തന്നെ നമുക്ക് വിസ സ്റ്റാറ്റസ് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് വിസയുടെ എളുപ്പമാണ്, ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ വെച്ച് വിവാഹം കഴിച്ചത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലേറ്റ് മാരേജ് ആയപ്പോൾ എനിക്ക് കോംപ്ലിക്കേഷൻസായി, കുട്ടികൾ മിസ്കാരേജസ് ആയി, ഉണ്ടാകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അപ്പം വീണ്ടും ഞങ്ങളിവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഫാദർ തെളിച്ച വഴിയാണ് ഒരു പിക്നിക്ക് പോലെ എല്ലാ വർഷവും വരും. അവധിക്ക് വരുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വരും. അപ്പോൾ ഇവിടെ മക്കൾക്ക് വേണ്ടി ദമ്പതി ധ്യാനം, കുഞ്ഞുങ്ങളില്ലാത്തവർക്കുള്ള പ്രാർത്ഥനയിലൊക്കെ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ പല പ്രാവശ്യം വന്നു കാണും. അങ്ങനെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട്, ഇങ്ങനെ കുട്ടികൾ മിസ്കാരേജസ് ആയി പ്രീം വെച്ച് ഡെത്തൊക്കെ ആയി പോവുക, ഇനിയും ദൈവം തരുമെന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ബൈബിൾ തുറന്നാലും എനിക്ക് കിട്ടുന്ന വചനമാണ്,
കന്യാ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പം ഞാനോട് പ്രസവിച്ചതൊക്കെ മരിച്ചു പോയി, ആൺകുട്ടിയായിരുന്നു അതും, ഇനിയും ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ ഒരു ദിവസം ചെന്നപ്പം എനിക്ക് പോസിറ്റീവാണെന്നുള്ള കിട്ടി, റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ പോയി എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിലേക്ക് ഞാൻ ഓടിപ്പോകുമ്പം ഹോസ്പിറ്റലിൽ നേരെ പോകുമ്പം ഒരിക്കലും അവിടെ മിഖായൽ മാലയുടെ തിരുനാളാണെന്ന് എനിക്കറിയില്ല. അവിടെ ചെല്ലുമ്പം രൂപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാലാഹയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു മോനെ തരികയാണെങ്കിൽ ഞാൻ മാലാഹയുടെ പേരിട്ടേക്കാം. ഞാനിത് പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, സംസാരിച്ച് കുർബാനയെ കൊണ്ട് ഞാനിങ്ങനെ പോന്നു. ഒരു 3 മാസമായപ്പോൾ ഞങ്ങൾ ആരോടും പറയാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, മോനാണ്, അവന് മൈക്കിൾ എന്ന് പേരിടണമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം പറഞ്ഞു, ഞാനിങ്ങനെ നേർച്ച പറഞ്ഞായിരുന്നു, അത് ദൈവം തോന്നിച്ച് പറഞ്ഞതാണ്. ഏതായാലും വലിയ അത്ഭുതകരമായിട്ട് അവിടെ വെച്ച് തന്നെ 2ാമത്തെ മാസം തൊട്ട് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എല്ലാ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അത് വലിയ ദൈവാനുഗ്രഹം. മോനായിരുന്നു. അതുപോലെ വയറ്റിലുള്ള ഒരു മോനേ ഉള്ളൂ. ഇല്ല, ഇപ്പം 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു മകൻ തന്നെ വലിയ അത്ഭുതമാണ്. അവന് മൂത്ത മകന്റെ പേര് ജസൽ, അതായത് ജീസസിന്റെ അനുഗ്രഹത്താൽ അറബിയിൽ വരുന്ന പേരാണ് ഇട്ടത്. 2ാമത്തെ മോൻ ജുനയിൽ, ദൈവത്തിൻ്റെ വക എന്നുള്ള പേര്. അപ്പം അവിടെ ഉണ്ടായതുകൊണ്ട് ആ പേരിട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദിവസമാണ് മൂത്ത മകൻ ഉണ്ടാകുന്നത്. മകൻ ഉണ്ടാകുന്നതിന് 10 മിനിറ്റ് മുമ്പ് എൻ്റെ വയറ്റിൽ വെച്ച് തന്നെ അവൻ്റെ ബ്രീത്ത് നിന്നു പോയിരുന്നു. ഇവിടത്തെക്കാളും അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അറിഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ തന്നെ എമർജൻസി സിസേറിയനിലൂടെയാണ് മോന് കിട്ടിയത്. എന്ത് ചെയ്യുന്നു? ഞാനൊരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കൊറോണ ആയപ്പോഴത്തേനും അടച്ചുപോയി. ഇപ്പം വീട്ടിൽ തന്നെയാണ്. ഇപ്പം വലിയൊരു അനുഗ്രഹം, ഞാൻ ബൈബിൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഓൾമോസ്റ്റ് തീരാറായി. 3 പ്രാവശ്യം ബൈബിള് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്കൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. മൂത്ത മകൻ ഇപ്പം എന്ത് ചെയ്യുന്നു? മൂത്ത മകൻ BBA കഴിഞ്ഞിട്ട് ഇപ്പം ട്രെയിനിങ്ങിലാണ്. 2ാമത്തെ മകൻ BVOC കഴിഞ്ഞിട്ട് അവനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഓരോ ഘട്ടത്തിലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാണ് ഇവിടെ വരെ എത്തിയത്. ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റെ. ഈ ഓരോ ഘട്ടത്തിലും ഈ ഓരോ പരീക്ഷണങ്ങളും കടന്നു പോകുമ്പോൾ എന്താണ് ബലപ്പെടുത്തി നിർത്തുന്നത്? ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ബൈബിൾ വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സങ്കീർത്തന ഭാഗമാണ്. അപ്പോൾ അതിൽ 91-ാം സങ്കീർത്തനം, 141-ാം സങ്കീർത്തനം, 5-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കാത്തൊരു ദിവസം പോലുമില്ല. 23-ാം സങ്കീർത്തനം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. അത് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വഴിക്ക് ഇറങ്ങുന്നത്. പിന്നെ ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ ആ ഒരു വചനമുള്ളപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം. അപ്പം എനിക്ക് അതുള്ളത് കൊണ്ട് എനിക്ക് എവിടെ പോയാലും വിജയമാണ്. ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് യാത്ര ചെയ്യാൻ ഭയമില്ല. കാരണം ബൈബിളിൽ 365 പ്രാവശ്യവും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം വചനമാണ് എനിക്ക് എപ്പോഴും കാവൽ, എനിക്ക് ധൈര്യം തരുന്നത്. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ആയി സന്തോഷമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. ചേട്ടനെന്താ സംഭവിച്ചത്? എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൺകുട്ടികൾ വളരുകയാണെങ്കിൽ ഇപ്പം ഞാനിങ്ങ് പോന്നു. അവിടെ പഠിപ്പിക്കാൻ വളരെ എക്സ്പെൻസീവാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നു. അപ്പം ദൈവമായ കർത്താവ് നേരത്തെ എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നിരുന്നു. ചെറുപ്പം തൊട്ടേ പ്രാർത്ഥിക്കുമ്പം എനിക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളൊരു അനുഗ്രഹമുണ്ട്. വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ വരമാണ്. അപ്പം ഞാനത് വീട്ടിൽ പറയുമ്പോൾ ഫാദർ പറയും, ആരോടും പറയരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിയപ്പം എനിക്ക് സ്ഥലം കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് കണ്ടാലും പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് പറഞ്ഞപ്പം സഹോദരൻ എന്നോട് പറഞ്ഞു, നിനക്ക് കർത്താവ് സ്ഥലം തരുന്നു. അതുപോലെ തന്നെ ആ സ്ഥലം ഞാൻ വാങ്ങിച്ചു. വീട് പണിയാൻ പൈസ ഒന്നും ഇല്ലാത്ത സമയത്താണ് വീട് കാണിച്ചു തന്നു. ആ വീട് പണിതു. അത് കുറച്ച് കംപ്ലീഷൻ ആകാനുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആൺകുട്ടികൾ വളരുകയാണ്, അപ്പോൾ ഫാദർ ഇവിടെ വേണം, അതാണ് നല്ലത്. കുറച്ച് പൈസയായിട്ട് വന്നു. ഇവിടെ ഒരു ബിസിനസ് ഇട്ടു. അപ്പോൾ വീടിൻ്റെ പണി മുകളിലേക്ക് കുറച്ച് ബാക്കിയുണ്ടത് പിന്നീട് പണിയാൻ ബിസിനസ് ഇട്ടു. അദ്ദേഹത്തിന് ഒരു ഡ്രിങ്ക്സോ സ്മോക്കിങ്ങോ ഒന്നും ഉള്ള ഒരാളല്ല, നല്ല ആത്മാർത്ഥമുള്ള ഒരാളാണ്. ഒരാളെ വിശ്വസിച്ചു കുറച്ച് പൈസ ബിസിനസ്സിന് വേണ്ടിയിട്ടിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. ആ നോട്ട് പ്രതിസന്ധിയുടെ സമയത്ത് അദ്ദേഹം ആ പൈസയും കൊണ്ട് ദുബായിലേക്ക് മുങ്ങി.
അപ്പം ഇദ്ദേഹത്തിന് അന്നേരം തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളാണ്. അപ്പം അത്ര കാര്യമാക്കിയില്ല. പിന്നീട് അദ്ദേഹത്തിന് 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. ചെയ്ത് സ്റ്റെന്ത് ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഈ മനപ്രയാസമുണ്ടായിരുന്നു. പക്ഷേ മരിച്ച 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫോൺ വന്നപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു കേസുണ്ട്, ഒരു പൈസ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ ഫയലുകളെല്ലാം കൊണ്ടുവരണം. ഞാൻ അദ്ദേഹത്തിൻ്റെ പെട്ടിയൊക്കെ തപ്പിയെടുത്ത് അവിടെ ചെന്നപ്പോഴും അറിയുന്നത് 40 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ബാങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പൈസയെല്ലാം നഷ്ടപ്പെട്ടു വന്നു. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പം കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇപ്പം ഞാൻ അന്വേഷിച്ച് വന്നപ്പം പൈസ കൊണ്ടുപോയ മനുഷ്യൻ പൂവറായിട്ട് അദ്ദേഹത്തിനൊന്നും തരാൻ കഴിവില്ലാത്തൊരവസ്ഥയിൽ ആണ്. അപ്പോൾ പിന്നെ ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എനിക്കിനിയും കേസ് നടത്താനും പറ്റില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതാണ്, എല്ലാം തരാൻ കഴിവുള്ള ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മക്കളെ പഠിപ്പിക്കുന്നതിനൊന്നും ഒരു കുറവ് വന്നില്ലല്ലോ, തമ്പുരാൻ അതൊക്കെ നടത്തുന്നുണ്ടല്ലോ. മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, മമ്മി കേസിൻ്റെ പുറകെ പോകേണ്ട, ഡാഡിയായിരുന്നു നമുക്ക് വലുത്. ആ വലിയ സ്വത്ത് നമുക്ക് പോയെങ്കിൽ പിന്നെ ഇത് എന്ത് പോയാലും നമ്മൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതാണ് ആ വചനം എപ്പോഴും എൻ്റെ കൂടെയുള്ളത്. അപ്പൊ ചേട്ടന്റെ വിയോഗശേഷം ചേച്ചി ജോലി തുടർന്നിരുന്നോ? പിന്നെ ജോലിക്ക് പോയിരുന്നോ? ഇല്ല, ഞാൻ ജോലിക്ക് പോകണമെന്ന് വെച്ചപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു പോകണ്ടെന്ന്. കാരണം അവർ ചെറുപ്പം മുതലേ ഒരു പള്ളിയിലെ പാട്ടുകാരും പള്ളിയുമായിട്ട് ഏറ്റവും അടുത്താണ് ഞങ്ങളെ സഹോദരങ്ങളെല്ലാവരും. ഇളയ അനിയത്തിയാണെങ്കിൽ അതേപോലെ തന്നെ ഹോം നടത്തുകയാണ്, അനാഥ കുട്ടികളെ അലഞ്ഞു തിരിഞ്ഞ അമ്മമാരെ നടത്തുന്നവരാണ്. രണ്ടാമത്തെ സിസ്റ്റർ ബാംഗ്ലൂരുള്ളവർ അതുപോലെ തന്നെ അളിഞ്ഞിരുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലായിരുന്നു. അപ്പോൾ അവരെല്ലാം പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങളും അവിടെ ചെന്നപ്പോൾ എൻ്റെ മക്കളെ ചെറുപ്പം തൊട്ടേ സംഗീതം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അവരെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിപ്പിച്ചാണ്. അപ്പോൾ നല്ല ചെണ്ടമേളക്കാരാണ്. പള്ളിയിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി ബാംഗ്ലൂർ കെയർപുരം ഉദയനഗർ സെൻറ്റ് ജൂഡ് ചർച്ചിൽ എൻ്റെ മക്കൾ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവർ ഗ്രൂപ്പ് കൊണ്ട് പ്രോഗ്രാം നടത്തുകയാണ്. എൻ്റെ മൂത്ത മോനാണ് ടീം മാനേജർ. ഒരു 2 പേരും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ അതായത് നല്ലതായിട്ട് നമുക്കതിന് പൈസ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസസ് കുട്ടികളുടെ ചിലവും പഠന ചിലവും എൻ്റെ ചിലവും അവർ നടത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, മമ്മി ഞങ്ങളും ഇപ്പം 3 മാസത്തേക്കിന് ബുക്കിംഗ് ആണ്, അത് കഴിയുമ്പോൾ ഞങ്ങൾ ജോലിക്ക് കയറിക്കോളാം, അതുവരെ മമ്മി എങ്ങും ജോലിക്ക് പോകണ്ട, മമ്മിയുടെ ഒരാളുടെ കാര്യമല്ലേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു. അതും ഒരു ദൈവാനുഗ്രഹം. കാരണം പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്. പക്ഷേ എൻ്റെ മക്കൾ ഒരു കാരണവശാലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവർക്കുള്ള പൈസ അവർ തന്നെ പ്രോഗ്രാമിലൂടെ നേടിയെടുക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും, കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. ജോലിക്ക് ഇപ്പോൾ മൂത്ത മോന് 22 വയസ്സായതേ ഉള്ളൂ, ഇളയ മോന് 20 വയസ്സ്. മമ്മി ഞങ്ങൾക്ക് പ്രായമൊന്നും കൂടിപ്പോയിട്ടില്ല, ഞങ്ങൾ ചെയ്യും, മമ്മി വിഷമിക്കണ്ട, അങ്ങനെ ഒരു വാക്കുണ്ട്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട്. മക്കള് ഇപ്പൊ പഠിക്കാനായിട്ട് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ജോലിക്കായിട്ട് ദൂരെ പോകുന്നു. ഈ സമയത്ത് ചേട്ടനും ഇല്ല. നമുക്കൊരു എന്താ പറയാ, ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഇല്ല, കാരണം ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ് മാതാവിനെ. അപ്പം ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ മാതാവിനെ നമ്മൾ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യെ പിടിക്കുന്നു. അപ്പോൾ മാതാവ് എൻ്റെ കൂടെയുണ്ട് എപ്പോഴും. അപ്പോൾ എനിക്ക് ജപമാലയോ കൊന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു വഴിക്ക് പോകില്ല, എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒറ്റപ്പെടലിൽ അദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ മരണം തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം മരിക്കാൻ ഭയമുള്ള ആളാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ മരിച്ചു പോകുന്നു പേടിച്ചിട്ടുള്ള ആൾ. എപ്പോഴും എൻ്റെ കയ്യെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു. ഷേവ് ചെയ്തു, മുടി വെട്ടി, പിറ്റേ ദിവസം ഒരു ചുമ വന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയായിരുന്നു.
മക്കളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. 11:30 ഒന്ന് ചുമച്ചു. ഇല്ല, നൈറ്റല്ലേ, ചുമച്ചപ്പോൾ എഴുന്നേറ്റ് ചൂടുവെള്ളം കുടിച്ചപ്പം എനിക്കൊരു ശ്വാസമുട്ടലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. നടന്ന് വണ്ടിയിൽ കയറി. അപ്പം തൊട്ടടുത്തുള്ള വീട്ടിലെ പയ്യനാണ് പെട്ടെന്ന് 5+ കഴിഞ്ഞപ്പോൾ കാറൊന്നും ഓടിക്കാൻ പറ്റില്ല, വണ്ടിയൊക്കെ വിറ്റായിരുന്നു. അപ്പം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പം അവൻ വന്നു, കാറിൽ കയറി 2 കുട്ടികളെ കൂടെ പിടിച്ച് കയറി, തന്നെ കയറി, ഞാൻ പുറകെ കയറി. 5 മിനിറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തിരുന്നവരെ അദ്ദേഹത്തിന് കയ്യഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്നു, ചാരിയിരുന്നു. ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് ചെന്നു. അങ്ങോട്ട് ഇറങ്ങുന്നത് ഞാൻ ഒരു വശത്തേക്ക് ഇറങ്ങുന്നത്, പിന്നെ ഞാൻ ഞൊടിയിടയിൽ നിന്ന് ബൈബിൾ ചെയ്തിട്ടുണ്ട്, അത് സത്യമായി. പിന്നെ ഞാൻ കാണുന്ന ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ അദ്ദേഹം വീണ് കിടക്കുന്നു. 8 പേര് പിടിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ പോയിന്ന്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇല്ല, വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് പൈസയൊക്കെ അയച്ചു. പക്ഷേ അദ്ദേഹം അപ്പോൾ തന്നെ 1 സെക്കൻഡ് കൊണ്ട് പോയിരുന്നു. അപ്പം ഞാൻ 0 എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം എൻ്റെ സഹോദരങ്ങളെല്ലാം ആ രാത്രിയിൽ തന്നെയും സഹായിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഞാനാണ് കല്ലറ മേടിച്ചത്, എൻ്റെ പപ്പായും അമ്മയ്ക്കും ഒക്കെ ആയിട്ട്. അപ്പം അതെനിക്കൊട്ട് കിട്ടുകയില്ല. ഞങ്ങളുടെ അവിടെ കല്ലറ തീർന്നിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഇടവവികാരി അച്ഛൻ ജോസ് വരിക്കമ്മൽ അച്ഛൻ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛനോട് രാത്രിയിൽ എൻ്റെ സഹോദരങ്ങൾ ബാംഗ്ലൂരുള്ള സിസ്റ്ററും മദ്രാസിലുള്ള അനിയത്തിയും വിളിച്ചു പറഞ്ഞു, അച്ഛൻ കല്ലറ വേണം. അച്ഛൻ പറഞ്ഞു കല്ലറ പണിതുകൊണ്ടിരിക്കുകയാണ്, എല്ലാം തീർന്നു പോയല്ലോ, ഒരു കാര്യം സാധാരണ ഒരു കല്ലറയിൽ അടക്കം ചെയ്തിട്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമോ എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയാം. രാത്രി 3 മണിയായപ്പോൾ അച്ഛൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ താമസിച്ച് പോയ ഒരു വ്യക്തിയുടെ കല്ലറയുണ്ട്, അവർ നാളെ 5 മണിക്ക് പൈസ കൊടുക്കുവാണെങ്കിൽ തരാമെന്ന്. അപ്പം അത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ചു. രാത്രി തന്നെ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ രാവിലെ എത്തിയേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന്, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു പേടിയായിരുന്നു, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ കോഴിക്കോട്ടുകാരും വരില്ല എന്ന്. പക്ഷേ 3 ദിവസത്തേക്കിന് മോർച്ചറിയിൽ വയ്ക്കുകയും അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ വരികയും കോഴിക്കോട്ട് നിന്ന് എല്ലാവരും വരികയും നല്ലൊരു സംസ്കാരം, അതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, മരണമെന്ന് പറയുന്നത് ഇത്ര വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അത്രമാത്രം ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നും അത് ഞാൻ ഓർക്കുകയും എപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഓർക്കും. എന്തരധികം മരണത്തെ ഭയപ്പെട്ട ആളാണ്. എൻ്റെ ഫാദറും അതുപോലെ തന്നെ അച്ഛനോട് ധ്യാനം കൂടി ബൈബിൾ വായിച്ച് കസേരയിലിരുന്ന് ഇങ്ങനെ മയക്കത്തിലോ ആയിരുന്നു മരിച്ചത്. അമ്മച്ചി കിടന്നുറങ്ങുമായിരുന്നു. അന്നും പള്ളിയിൽ പോയിട്ട് കിടന്നുറങ്ങുമായിരുന്നു. എന്നോട് പറഞ്ഞു, നീ വേഗം വീട്ടിൽ പോയിക്കോളാൻ. പക്ഷെ ആ ഉറക്കത്തിലൊന്നും ഞെട്ടിയതേ ഉള്ളൂ. അടുത്തൊരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു, അവിടെ കയ്യെ പിടിച്ചോണ്ടിരുന്നു, ആ ഞെട്ടലിലൂടെ പോയി. അപ്പം അതൊക്കെ ഇത്ര അനുഗ്രഹമാണ്. കാരണം നമ്മളൊന്നും ആരെയും സങ്കടപ്പെടുത്താതെ, ഒരു വാക്ക് പറയാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത് ഓരോ വ്യക്തിയുടെയും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. മക്കൾ ജോലിക്കൊക്കെ പോയി, അപ്പോൾ ഇപ്പോൾ ചേച്ചിക്ക് ജോലിക്ക് പോകുന്നില്ല, ഒരുപാട് സമയമുണ്ട്. എങ്ങനെയാണ്, എന്താ ഇപ്പോഴത്തെ ഒരു ചേച്ചിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എനിക്ക് ഇപ്പം ഏറ്റവും വലിയൊരു സമാധാനം, ഒരു സന്തോഷം, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഓരോരുത്തരും പറയുമ്പം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും ബൈബിൾ വായനയും അതുപോലെ തന്നെ എഴുതുകയും ഒക്കെ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കത് ഒറ്റപ്പെടലായിട്ട് ഒട്ടും തോന്നുന്നില്ല. അതൊരു വലിയ അനുഗ്രഹമാക്കി ഞാൻ മാറ്റുകയാണിപ്പോൾ. മറ്റുള്ള വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇപ്പോഴുള്ളത് ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ അത് ആയിട്ടില്ല, പക്ഷെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ആകുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒറ്റപ്പെടലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും കഴിയുന്നത് പോലെ സഹായിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം തരണം ചെയ്യാനായിട്ട് ലിസ് ചേച്ചിക്ക് സാധിച്ചു. അപ്പോൾ ഇനിയും അതേപോലെ തന്നെയുള്ള മനോധൈര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വിധവകളുടെ ജീവിതം ഒരു പോരാട്ടമാണ്. ലിസ് ചേച്ചിയെ പോലെയുള്ളവർ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നേറുകയാണ്. അത് മറ്റുള്ള വിധവകൾക്ക് ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അതിയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.